തിരിച്ചറിഞ്ഞപ്പോൾ ഇവരെ കണ്ടു കിട്ടി. പിന്നെ ഇവരെ വൈക്ക് വിട്, ഇവരെ ജീവിക്കട്ടെ. ഇനി ഇവളെ ഭർത്താവ് തിരിച്ച് സ്വീകരിക്കൂല. അതേപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് സ്വീകരിക്കില്ല. പക്ഷെ ആ 3 മക്കളെ ഭാവി തകർത്ത ഒരു മഹാനാണ് ഈ അഭിമാനത്തിൽ. ചെറിയ ജോലി, ഖത്തറിലെ ജോലിയാണ്. 600-700 എത്ര റിയാലെങ്ങാനും ഉള്ളൂ. എന്നിട്ട് പോലും അവരൊരു ആവശ്യം പറയുമ്പോൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ സ്നേഹത്തിൽ എപ്പോഴും വർത്തമാനം കാര്യങ്ങളൊക്കെ. പക്ഷേ 3 മക്കൾ ഒരു ഭാര്യ ഉള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോയേക്കുന്നേ. ആ ഫാമിലി എന്ത് കഴിച്ചു? ആ മക്കൾ എന്ത് കഴിച്ചു? ഒരു ഫാമിലിനെ അനാഥമാക്കിയിട്ട് ഇവളെയും കൂട്ടിയിട്ട് പോയ ആ നാറിയെ എന്ത് പറയണം? അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ റാഹത്താണ്. വളരെ പാവപ്പെട്ട കുടുംബത്തിന് കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട കുട്ടികൾ യത്തീംഖാനയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കുന്ന എത്രയോ നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ് ചെയ്യുന്നത്. അങ്ങനെ ബാലുശ്ശേരിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഷഹലയെയും 7 വയസ്സുള്ള കുട്ടിയെയും ഒളിച്ചോടിപ്പോയവൻ, അവൻ്റെ പേര് ഞാൻ 2-3 വീഡിയോയ്ക്കകത്ത് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ പേര് തന്നെ, ഏകദേശം അല്ല അത് തന്നെ ആ പേര് തന്നെയാണ്. റാഫി എന്നാണ് അവൻ്റെ പേര്. നായിക്കാട്ടം റാഫി എന്നാണ് അവൻ്റെ സ്ഥലത്ത് വിളിക്കുന്ന പേര്. ഇപ്പോൾ കുറേ ആളുകൾ അവൻ സംഖ്യയാണെന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല. ഈ ഷഹലയുടെ വീട്ടിൻ്റെ അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന നായിക്കാട്ടം റാഫി എന്നറിയപ്പെടുന്ന റാഫിയുടെ കൂടെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവരെ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെല്ലാവരെയും ഈ വീഡിയോസൊക്കെ ഇങ്ങനെ നടന്ന് കറവാണല്ലോ, ഇങ്ങനെ വൈറലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. കാരണം എല്ലാവരിലും എത്തണം. പോലീസിനെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും ഈ വീഡിയോസൊക്കെ കണ്ട് ഇവരെ തിരിച്ചറിയുന്ന ജനങ്ങൾക്ക് സാധിക്കും ഇവരെ പിടിക്കാനെ കൊണ്ട്. അപ്പം വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇവരെ കാറിൽ ഈ ഷഹലയെയും ഇയാളെയും ഒരു കാറിലിരിക്കുന്നത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോസൊക്കെ കണ്ട് ആളുകൾ ഇതെന്ന് വെച്ചാൽ അത് വൈറലായല്ലോ. ആ രീതിയിലാണ് ഈ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കടന്ന് ചീഞ്ഞ് നാറിക്കൊണ്ടിരുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിൽ. അപ്പോൾ വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് പിടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന്. കാരണം നിങ്ങളൊരു ലൈക്ക് കൊണ്ടിട്ട് വീഡിയോ 4 പേരിൽ അല്ലെങ്കിൽ 10 പേരിൽ വീഡിയോ എത്തുവാണ്. അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോ എല്ലാവരിലും എത്തത്തുള്ളൂ. ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് നാളെ നിങ്ങളെ നാട്ടിൽ നിന്നാവാം, നാളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാവാം. അപ്പോൾ ഇങ്ങനെ ഉള്ള സിറ്റുവേഷനുകളിൽ ഇത് വീഡിയോ കണ്ടിട്ടെങ്കിലും ആളുകൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത്, അതിന് ഏത് വിഷയത്തിലാണെങ്കിലും, ഈ വിഷയമല്ല വേറെ ഏത് വിഷയത്തിലാണെങ്കിലും അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതേപോലുള്ള ശകലാമാരെ വെറുക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര കുടുംബങ്ങളാണ് ഇതേപോലുള്ള ശകലാമാരും ഇതുപോലുള്ള നായ്ക്കട്ടൻ റാഫികളും കൂടെ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വെറുക്കുന്ന ആളുകൾ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 1-2 വീഡിയോസ് വെച്ച് തരാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെക്ക് പോസ്റ്റിൽ, വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇവരെ പിടിക്കുന്നു. ആളുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ആളാണെന്ന് മനസ്സിലാവുന്നു, പിടിച്ചു കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഹസ്ബൻഡ്, പ്രവാസിയായിട്ടുള്ള യുവാവ് പറഞ്ഞ് ഇനി ഇവളെ എനിക്ക് വേണ്ട, അങ്ങനെ തന്നെ വേണം, ആ കുഞ്ഞിനെ മതി എന്ന് പറഞ്ഞ്. അത് നിയമപരമായിട്ട് പോട്ടെ, നിയമപരമായിട്ട് കോടതി എന്താണോ, പക്ഷേ അനുകൂല വിധിയായിരിക്കണം. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഈ ഇറങ്ങിപ്പോയവളുടെ കൂടെ 3 മക്കളെ കളഞ്ഞിട്ട് പോയവൻ്റെ കൂടെ ഈ കുട്ടി എന്തായാലും ഒരു കാരണവശാലും സേഫല്ല. അത് ഈ കുട്ടിയെ ആരുടെ കയ്യിലാണോ സേഫായിട്ട് ഈ കുട്ടി വളരുന്നത്, ആ കുട്ടിയെ അവരുടെ കയ്യിൽ മാത്രം കോടതി ഏൽപ്പിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തായാലും ഇവളുടെ കയ്യിൽ ഈ കുട്ടി സേഫല്ല. ഇവളുടെ കയ്യിൽ ഈ കുട്ടി സേഫായിരുന്നെങ്കിൽ ഈ 3 കുട്ടികളെ കളഞ്ഞിട്ട് ഇറങ്ങി വന്ന ഇവൻ്റെ കൂടെ ഈ കുട്ടിയും കൊണ്ട് ഇവൾ ഒരു കാരണവശാലും പോകത്തില്ല. അത് വേറെ കാര്യം. അപ്പം ഈ പ്രവാസിയായിട്ടുള്ള ഈ ഷഹലയുടെ കെട്ടിയവൻ ഹസ്ബൻഡ് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവളെ എനിക്ക് വേണ്ട. എങ്ങനെ സ്വീകരിക്കും അങ്ങാര്? ഇത്രയും ദിവസം എവിടേക്കോ കിടന്ന് കറങ്ങി അടിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്നെല്ലാം കറങ്ങി നാണം കിട്ടുന്ന തരിപ്പണമായ കുടുംബം തകർത്ത് ഇവളെ എങ്ങനെ സ്വീകരിക്കും? ഒരിക്കലും ആരും സ്വീകരിക്കത്തില്ല. സ്വീകരിക്കുന്നവർ മുമ്പേയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇനി സ്വീകരിക്കരുത്. ഇതിനു മുമ്പ് ഇറങ്ങിപ്പോയി തിരിച്ചു കയറി വരുമ്പോഴത്തേക്ക് എല്ലാം മറന്നു ഞാൻ പോകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സ്വീകരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇനി അതുണ്ടാവരുത്. അങ്ങനെ ഈ നായ്ക്കാട്ടൻ റാഫി എന്ന് വിളിക്കുന്ന അവൻ്റെ വൈഫും പറഞ്ഞ് ഇനി ഈ നായ്ക്കാട്ടത്തിന് എനിക്ക് വേണ്ടെന്ന്, ഇനി ഈ നായ്ക്കാട്ടത്തിന് എനിക്ക് വേണ്ടെന്ന് പുള്ളിക്കാരിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടും സുഖസുന്ദരമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുക. എന്തായാലും ഇവർക്ക് കിട്ടിയ ഈ ചീത്തപ്പേരും അപമാനവും നാണക്കേടൊന്നും അതൊന്നും മാറാൻ പോകുന്നില്ല. സമൂഹത്തിന് മുമ്പിലും ഇവരെ കുടുംബത്തിന് മുമ്പിലെല്ലാം ഇങ്ങനെ തന്നെ നാറി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇതേപോലെ ആയിരിക്കണം ഇനി ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്ന ആളുകളുടെ അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് എല്ലാവരിലും എത്തിക്കണം.
കാരണം ഇനി ഒരു ശകല ഇതേപോലൊരു ശകല ഇനി ഒളിച്ചോടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇതേപോലൊരു നായിക്കാട്ട് റാഫി ഒളിച്ചോടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും, അയ്യോ അന്ന് ആ ശാലയുടെ കേസ് പോലെ ഞാനും ചീഞ്ഞി നാറുമല്ലോ ഒന്നും ചിന്തിക്കും. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഒരു നല്ല ബുദ്ധി തോന്നട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനി 1-2 വീഡിയോസ് ഞാനിവിടെ വെച്ച് തരാം. എന്തായാലും ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട കൈകളിലേക്ക് തന്നെ കൊടുക്കണം. ആ കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ, ആ കുട്ടി മാത്രമല്ല ഈ നായികയുടെ റാഫിയുടെ 3 മക്കളുമുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ 1-2 വീഡിയോസും കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്തായാലും നാടകീയമായിട്ടാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ച ഇവരോട് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ഹാജരായിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിന്. പക്ഷെ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നല്ല കണ്ടു കിട്ടിയത്, വാളയാർ വെച്ചിട്ടാണ് ഇവരെ കണ്ട് കിട്ടിയിട്ടുള്ളത്. ഓൾറെഡി ഇവരെ വീഡിയോ ഭയങ്കര വൈറലാണല്ലോ. അപ്പൊ ഇന്ന ആൾക്കാരാണ് തിരിച്ചറിഞ്ഞപ്പോൾ ഇവരെ കണ്ടു കിട്ടി. പിന്നെ ഇവരെ വൈക്ക് വിട്, ഇവരെ ജീവിക്കട്ടെ. ഇനി ഇവളെ ഭർത്താവ് തിരിച്ച് സ്വീകരിക്കൂല, അതേപോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് സ്വീകരിക്കില്ല. പക്ഷെ ആ 3 മക്കളെ ഭാവി തകർത്ത ഒരു മഹാനാണ് ഇയാള്. പിന്നെ ഇവള് കൂടെയുള്ള കുഞ്ഞിനെ എന്താക്കാം, ഇവളെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ പാവത്തിനെ ഏൽപ്പിക്കുക. അവർ പൊന്നു പോലും നോക്കും. ഇവിടെ കണ്ടില്ലേ തിരുവനന്തപുരം നെടുമങ്ങാട് നടന്നൊരു സംഭവം, 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ മൃഗമായി കൊലപ്പെടുത്തി 2 അച്ഛൻ. ആ ഒരു അവസ്ഥ ഈ കുഞ്ഞിക്ക് വരാതിരിക്കട്ടെ. എങ്ങനെയാണ് ജീവിക്കുക? നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. ഇത് അത്രത്തോളം വൈറലായ ഒളിച്ചോട്ടാണ് ഇവരിത്. ഓക്കെ എന്നാല് ഓക്കെ, അപ്പം ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മലയാളികൾ പഠിക്കാൻ പോകുന്നില്ല, ആരും പഠിക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണ് എല്ലാവർക്കും വേണ്ടത്, അല്ലാതെ വേറൊന്നും വേണ്ട. ഇനി ഇവിടെ ഞാൻ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, ഒരു യുവതി പറയുന്നതും കൂടെ ഒന്ന് കേട്ടു നോക്കേ. ഷഹാലയുടെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് കമന്റ് ബോക്സിൽ വന്ന് കുറെ കമന്റ്സ് ഉണ്ട്. എന്താണെന്നറിയോ? ആ പെണ്ണിന്റെ ഭാഗം കൂടെ കേട്ടിട്ട് പോരെ നിങ്ങൾ ഈ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. 3 മക്കളുള്ള ഒരു ഭാര്യയുള്ള അവന്റെ കൂടെ ഇറങ്ങിപ്പോയ ഈ വ്യക്തിയുടെ എന്തു ഭാഗമാണ് ഞാൻ കേൾക്കേണ്ടത്? ഈ ഷഹാലയുടെ വീട്ടില് ഹസ്ബൻഡ് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഏട്ടത്തി പ്രശ്നമാണ്, അല്ലെങ്കിൽ അമ്മായിയമ്മ പ്രശ്നമാണ്, ഇവരൊക്കെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിൾ ആയിട്ടുള്ള ഒരുവന്റെ കൂടെയാണ് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്ത് ഇറങ്ങിപ്പോയത് എന്നാണെങ്കിൽ നമുക്കത് വിഷയമേ അല്ല. ആരുടെങ്കിലും ഇവിടെ പോട്ടെ, ഒരു തേങ്ങയില്ല ഇവിടെ. പക്ഷേ 3 മക്കൾ ഒരു ഭാര്യ ഉള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോയേക്കുന്നേ, ആ ഫാമിലി എന്ത് കഴിച്ചു? ആ മക്കൾ എന്ത് കഴിച്ചു? ഒരു ഫാമിലിനെ അനാഥമാക്കിയിട്ട് ഇവളെയും കൂട്ടിയിട്ട് പോയ ആ നാറിയെ എന്ത് പറയണം? അവന്റെ കൂടെ പോയ ഈ 29 വയസ്സുള്ള ഷഹാലയെ ഞാൻ എന്തോന്ന് പറയണം? ഒന്ന് പറഞ്ഞു തരൂ. അല്ല, എനിക്ക് അറിയാത്തോണ്ടാണ് എന്താണ് ഞാൻ ഇവിടെ കേൾക്കേണ്ടതെന്നുള്ളത്. ഈ പോയവൻ കഞ്ചാവാണെന്നും മയക്കുമരുന്നാണെന്നും വേറെയും കേൾക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ എന്ത് പറയാനാ? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് പറഞ്ഞു പോവാ, എന്തുവാ ഞാൻ കേൾക്കേണ്ടത്? അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ശരി എന്നാ. ഈ യുവതിയുടെ വോയിസ് കേട്ടല്ലോ. ഇവർ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന കുറേ ആളുകൾ വന്ന് ഇവരെ എതിരെ സംസാരിച്ചു. അതുകൊണ്ടാണ് ഇവരിങ്ങനൊരു വോയിസ് ഇട്ടത്. ഈ 2 കുടുംബങ്ങൾ നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയ ഈ 2 എണ്ണത്തിനെയും പിന്നെ എങ്ങനെ നമ്മൾ ന്യായീകരിക്കും? എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും ആവർത്തിക്കത്തേ ഉള്ളൂ. പല ആളുകൾക്കും ചിലപ്പം ഇതൊരു പ്രോത്സാഹനമാകും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഈ യുവതി പറഞ്ഞതുപോലെ താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് സന്തോഷത്തോടുകൂടി ബന്ധം വേർപ്പെടുത്തി അങ്ങനെ പോകണമായിരുന്നു. അല്ലാതെ ഈ 3 മക്കളുടെ ഭാവിയും ഈ 7 വയസ്സുള്ള ആ കുട്ടിയുടെ ഭാവിയെല്ലാം തകർത്ത് തരിപ്പണമാക്കി എത്ര ആളുകളെ കണ്ണീരിലാക്കിയിട്ടാണ് ഈ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അല്ലേ? ഇനി ഞാനിവിടെ ഒരു ഉസ്താദിൻ്റെ ഈ ഒളിച്ചോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാ സ്ത്രീകളും കേൾക്കണം, സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ സ്ത്രീകളും കേൾക്കും. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും. സ്ത്രീകളെ മാത്രം പറയുമല്ലോ, എല്ലാ പുരുഷന്മാരും ഇത് കേൾക്കേണ്ടതുണ്ട്, സ്ത്രീകളും കേൾക്കേണ്ടതുണ്ട്. അപ്പം തുല്യ വ്യത്യാസമില്ലാതെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഉസ്താദ് പറയുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കണം, ഇത് കേൾക്കേണ്ടതാണ്, സ്കിപ്പ് ചെയ്യരുത് ആരും. വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുള്ള അവരുടെ മകൾ ഒരു അന്യമതത്തിൽപ്പെട്ട യുവാവുമായി അടുപ്പത്തിലാണ് എന്ന കാരണം പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായി മകളെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. ഇതിൽ സത്യം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എൻ്റെ മകൾക്ക് ഭർത്താവുമായി ഒരു നല്ല ദാമ്പത്യം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും അലോസരങ്ങളില്ലാതെയാവാനും വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ കുട്ടിയുടെ വാപ്പയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാം സന്തോഷകരമായ ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
ആ കുടുംബത്തിനും അള്ളാഹു വിഷമങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ വിഷമാണ് കാര്യങ്ങളൊക്കെ. നമ്മൾ പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും ഈ അക്കരപ്പച്ച എന്ന് പറഞ്ഞൊരു തോന്നലേ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ തോന്നും. എത്രയോ സ്നേഹത്തിൽ വളർത്തിയിട്ട് ഒക്കെ ആണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്ന വിഷയങ്ങൾ. ഈ വിഷയത്തെ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ നാട്ടിലൊരു വിഷയം പറഞ്ഞു. എനിക്ക് നേരിട്ട് പേഴ്സണലി അദ്ദേഹം വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവിടെ നാടെന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിഷയം 5 വർഷത്തോളം ഒരുമിച്ച് എല്ലാ സന്തോഷവും പങ്കുവെച്ച് ജീവിച്ചിട്ടാണ് ഏതോ ഒരു 3-4 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച ഒരുത്തൻ്റെ കൂടെ ആ കുട്ടി ഇറങ്ങിപ്പോകുന്നത്. തിരിച്ചു വന്നു. അപ്പോൾ ഭർത്താവ് വളരെ വിഷമത്തിൽ ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നീ ഇത് ചെയ്തു? അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ റാഹത്താണ്. അതും വളരെ പാവപ്പെട്ട കുടുംബത്തെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട കുട്ടികൾ യത്തീംഖാനയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കുന്ന എത്രയോ നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ് ചെയ്യുന്നത്. പക്ഷെ അത്രയും നല്ല സ്വഭാവ ക്വാളിറ്റി ഈ മക്കളിലുണ്ടോ എന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. എത്രയോ വിഷയങ്ങൾ അങ്ങനെയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ ചെവിയിലേക്ക് വരുന്ന പലതും എനിക്ക് പറയാൻ പറ്റാതെ അവിടെ കോൺഫിഡൻഷ്യലായ വിഷയങ്ങളുണ്ടാവും. ഞാൻ പറയില്ല. ചിലർക്ക് അത് പുറത്ത് പറയുന്നത് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളുണ്ടാവും. പക്ഷേ ഒരുപാടാണ്. ഓരോ ദിവസവും നമ്മുടെ ചെവിയിലേക്ക് വന്ന് ഞാൻ മാത്രം അറിയുന്നത് എത്രയോ കേസുകൾ എത്ര ഉണ്ടാവും നമ്മൾ അറിയാത്തത്. ഒരു മുസ്ലിമായ സഹോദരൻ അത് ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നു. വളരെ ഈമാൻ ഇത്ര ഉറച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഈമാനുള്ള മനുഷ്യൻ. അദ്ദേഹം പള്ളിയിലെ വികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അങ്ങനെ ഒരു ക്രിസ്തീയ കുടുംബവുമായി ബന്ധമുണ്ട്. അച്ഛനോ ഞാൻ അമ്മാവനോ എന്നറിയില്ല. അത്രയും ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം മുസ്ലിമായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു യത്തീംഖാനയിൽ പഠിച്ചൊരു കുട്ടിയെയാണ്. ആ പെൺകുട്ടിയിൽ നിന്ന് ഭാര്യയിൽ നിന്നൊരു മോളുണ്ട്. 5-6 വയസ്സുള്ള മോളുണ്ട്. അവൾക്ക് വാപ്പയില്ല. ആ ഉമ്മയെയും അവളെയും അന്തസ്സിൽ അഭിമാനത്തിൽ ചെറിയ ജോലി, ഖത്തറിലെ ജോലിയാണ്. 600-700 എത്ര റിയാലെങ്ങാനും ഉള്ളൂ. എന്നിട്ട് പോലും അവരൊരാവശ്യം പറയുമ്പോൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ സ്നേഹത്തിൽ എപ്പോഴും വർത്തമാനം കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി വേറൊരുത്തൻ്റെ കൂടെ പോയി. അവൾക്ക് വേറെ കുട്ടിയായി. അയാൾക്ക് നിർബന്ധമായും അവൾ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു. അവൾക്ക് വേറെ കുട്ടി ജനിച്ചു. എന്നിട്ടും അദ്ദേഹം ഇവരുടെ ഉമ്മയെയും തൻ്റെ മോളെയും ഒക്കെ സംരക്ഷിക്കാൻ വേറൊരു വീട്. ഇയാൾക്ക് വീടെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കൂടുതലുള്ള ആളുകൾ പോലും നീ ഞങ്ങളിന്ന് പോകുന്നതിൻ്റെ ശേഷം നിനക്ക് പരീക്ഷണം വന്നില്ലേ എന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോഴും എനിക്ക് അള്ളാഹുവിനെ വിടാൻ കഴിയൂല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. ഖത്തറിൽ പോയപ്പോൾ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. തിരക്കിലായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്ത് പോയി കാണാൻ പറ്റി. എത്ര ഈമാനുള്ള ചെറുപ്പക്കാരൻ. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. ഒരു ഒരു മെസ്സഞ്ചറാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കയ്യും കാലും മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ ഈ പെണ്ണ് പറഞ്ഞതെന്നത്രേ, ഇന്ന് സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പൈസ അയച്ചു തന്നാൽ ഒരു 5 പവൻ്റെ മാലെങ്കിലും വാങ്ങിക്കൂടെ? അദ്ദേഹം പറയാം, ഞാൻ ബെഡിലാണ്, ഹോസ്പിറ്റലിലാണെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ സുഹൃത്തുക്കളിൽ നിന്ന് പൈസ സംഘടിപ്പിച്ചിട്ട് അയച്ചു കൊടുത്തു. ആ മാല പോലും കയ്യിൽ വെച്ചിട്ടാണ് ഇവൾ മറ്റവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ സങ്കടം? എങ്ങനെയാണ് ഈ സങ്കടമൊക്കെ അവർ താഴെ വെക്കുക? എന്നിട്ടും പിടിച്ചു നിൽക്കുക. അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഏറ്റവും വലിയ അത്ഭുത മുഅ്മിനീങ്ങളെ, ഒരിക്കൽ പോലും എനിക്കിത്ര പൈസയുടെ ആവശ്യമുണ്ട്, വിഷമുണ്ട്, എനിക്കിത്ര കടമുണ്ട് എന്ന് ഈ മഖ്ലൂക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പലരും ആളെ കൊണ്ട് ചോദിപ്പിച്ചു, എന്തെങ്കിലും വിഷമുണ്ടോ, സാമ്പത്തികമായിട്ട് ഇയാളെ സഹായിക്കണോ? അത് ഞാൻ പറയില്ല, എനിക്കൊരു പൈസയുടെ ആവശ്യമില്ല. അദ്ദേഹം പറയാണ്ട് എനിക്ക് ഉസ്താദിനോട് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വർത്താനം പറയാൻ ഒരു മിനിറ്റ് കിട്ടിയാൽ മതി, അങ്ങനെ അദ്ദേഹം പറയാറുള്ളത്. വേറൊന്നും പറയാം, 5 പൈസയുടെ വിഷയം പറയില്ല. അങ്ങനത്തെ ഈമാനുള്ളൊരു മനുഷ്യൻ, അതും പുതു മുസ്ലിമായി വന്ന ആള്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വളർത്തുക, നമ്മുടെ ചുറ്റുപാടുകൾ, വേറൊരുത്തൻ്റെ പഞ്ചസാര കലർത്തിയ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ടാവും. നാട്ടിൽ അങ്ങനെയാണ്. ഓരോരുത്തരുടെ ഫോൺ കോളുകളും അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോഴാണ് നാട്ടിലെ എത്രയോ പ്രമാണിമാരായി നടക്കുന്ന ആളുകൾ, നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളുമായി വാട്സപ്പ് കോണ്ടാക്ട്. ഒരുത്തി വിചാരിക്കും ഇന്നോട് മാത്രമേ ഉള്ളൂ, മറ്റുള്ള വിചാരിക്കും ഇന്നോട് മാത്രം, ഇവന് നാട്ടുകാരെ മൊത്തം എൻ്റെ ആൾക്കാരാണ്. ഇങ്ങനെ വ്യഭിചാരം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പിശാചുക്കൾ മനുഷ്യരിൽ എമ്പാടുമുണ്ട്. അന്തസ്സിൽ അള്ളാഹു അഭിമാനം നൽകി അന്തസ്സിൽ വീടിൽ ജീവിക്കുമ്പോൾ എപ്പോഴും തോന്നും മറ്റുള്ള ഭർത്താവിന്റെ കൂട്ടുകാരൻ എൻ്റെ ഭർത്താവിനേക്കാളും ഹൈറാണ്. ഇത് പിശാച് തോന്നിപ്പിക്കുകയാണ്. എന്നാണ് പോയി നോക്കണ്ടേ? പുറത്തുനിന്ന് മാടി വിളിക്കാൻ എളുപ്പമാണ്, കൂടങ്ങ് വന്നു, സ്വന്തം ഭാര്യയാണ്, ഭർത്താവാണ്, ആവേശമൊക്കെ തീരും. എപ്പോഴും പുറത്തു നിൽക്കുന്നതിന് എന്തോ ഒരു ഭംഗിയാണെന്ന് തോന്നിപ്പോകും. പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒന്നുമല്ല. അപ്പൊ ഇത് ഹറാമിലൂടെ സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ മക്കളൊക്കെ പിഴക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ. അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. മൊബൈൽ പിടിച്ചു വാങ്ങിച്ചിട്ടും കാര്യമില്ല, അവർക്ക് അതിലും വലിയ മൊബൈൽ വേറെ ഉണ്ടാവും. കാമുകന്റെ ഫോൺ നമ്പർ വരുമ്പോൾ ഭർത്താവിന്റെ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നു. അപ്പൊ കുട്ടി പറയാ, അമ്മായി ഇതാ നിങ്ങളെ പുതിയാപ്പിള വിളിക്കുന്നുണ്ട്.
അപ്പോൾ പോയി എടുക്കുക, കൂളായിട്ട് പെരക്കാരടിയുന്നേ. ഫോണിൽ കാണിക്കണത് എന്താ? എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ എന്നാ പേര് എഴുതി വെച്ചത്, കാമുകൻ്റെ നമ്പറാണ് സംഗതി. അപ്പൊ ഇങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുക? എങ്ങനെ അത് ചെയ്യാൻ പറ്റുക? നമ്മൾ പരമാവധി അശ്രദ്ധ വേണ്ട. നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങുന്നവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പെൺകുട്ടികൾ ആരുമായൊക്കെ ഇടപഴകുന്നു, ഇതൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. കുട്ടികളുണ്ടാകാൻ നമ്മൾ ദ്വാരക്കുന്നില്ലേ? ഈ കുട്ടികളെ നമ്മൾ ഇങ്ങനെ തർബിയത്ത് ചെയ്യാൻ എത്ര പാടുപെടണം. അപ്പോ എല്ലാവരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചോളൂ. എൻ്റെ കുട്ടിയൊന്നും ഇത് ചെയ്യൂല, എൻ്റെ കുട്ടിക്ക് അത് ഇല്ലല്ലോ, അങ്ങനെ വളർത്തിയ കുട്ടി, അതൊന്നും പറയണ്ട. ഒരൊറ്റ ദിവസത്തെ ഡേ നൈറ്റ് കൊണ്ട് ആൾ മാറിയേക്കും. അതുകൊണ്ട് ശരിക്കും ബോധവാന്മാരാവുക, നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുക, നമ്മുടെ വീക്ഷണവും നോട്ടവും എപ്പോഴും ഉണ്ടാവുക. ഇതുപോലുള്ള അവസ്ഥകളൊന്നും ഇനി കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ. എത്രത്തോളം നമ്മൾ ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ അതിനപ്പുറം പിശാചിന്റെ ഇടപെടൽ കൂടുതലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കട്ടെ. അതെ അതെ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇബാദ് എന്ന് പറഞ്ഞ നമ്മുടെ SKSFന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്, ഖാഫില എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററുമായൊക്കെ ഇടപെട്ടുകൊണ്ട് നാട്ടിൽ ഒരുപാട് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും അതിന് കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ സഹായകമായിട്ടുണ്ട്. ആസിഫ് ദാരിമി ഇവിടെ ഉണ്ടോ? പോയോ? പുറത്തുണ്ടോ? അപ്പോൾ അത്തരം വിഷയങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങൾ ഡെയിലി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദ് ആസിഫ് ദാരിമി അവറുകൾ. അദ്ദേഹം ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട് ആൾ. അപ്പോൾ ഓരോ ദിവസവും അദ്ദേഹത്തെ ഓരോ അപ്ഡേറ്റുകളൊക്കെ തരാറുണ്ട് ചില വിഷയങ്ങളിലൊക്കെ. എന്താ അല്ലേ ഉസ്താദ് പറഞ്ഞു കേട്ടല്ലോ, ഇത് റിയലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പം എന്തായാലും ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.